Okay. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തെർമോഡൈനാമിക്സ് എന്നാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന്റെ തിയറി നല്ലപോലെ പഠിക്കണം. പ്രത്യേകിച്ച് പ്രോസസ്സുകളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോട്ട്ബുക്കിലുള്ളതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രോസസ്സുകളൊന്ന് വരച്ച് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. നോക്ക്, ഇതൊരു PV ഡയഗ്രാം കണ്ടോ, പ്രഷർ വോളിയം ഗ്രാഫാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാന്ന് ഇരിക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട് കേട്ടോ, വോളിയം കൂടുന്നുണ്ട്. പക്ഷെ ആര് കോൺസ്റ്റന്റ് ആണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയം കൂടുമ്പോഴും പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് എന്ത് പ്രോസസ്സാണ്? അതൊരു ഐസോബാറിക് പ്രോസസ്സാണ് കണ്ടോ. അപ്പൊ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് കണ്ട ഗ്രാഫ് മനസ്സിലാവണം ഇത് എന്ത് പ്രോസസ് ആണെന്ന് മനസ്സിലാവണം. ഐസോബാറിക് പ്രോസസ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ ഒരു ആസ്പെക്റ്റിൽ വേണം എല്ലാം നോക്കാൻ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഗ്രാഫ് വരയ്ക്കാം. ഞാൻ ഇങ്ങനെ വരയ്ക്കുവാന്ന് ഇരിക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാൻ നേരത്തെ എന്താ പ്രത്യേകത നോക്കിയേ? പ്രഷർ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ ആര് ചേഞ്ച് ആവുന്നില്ല? വോളിയം ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ അതെന്ത് പ്രോസസ്സാണ്? വോളിയം ചേഞ്ച് ആവാത്ത ഒരു പ്രോസസ്സിന്റെ പേര് പറയാം. അതിന്റെ പേരാണ് ഐസോ വോളിമെട്രിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, ഇനി വേറൊരു പ്രോസസ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നോക്കാം, ഇത് കണ്ടോ, PV ഗ്രാഫ്. ഇതിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു അഡയബാറ്റിക് പ്രോസസ് ആകാം, അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസോതെർമലും ആകാം. ഓക്കെ, പ്രോസസ്സ് ഏതൊക്കെയാകാം? അഡയബാറ്റിക്കും ആകാം, എന്തും ആകാം, ഐസോതെർമലും ആകാം. അഡയബാറ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ ഗ്രാഫ് സ്റ്റീപ്പ് ആയിരിക്കും. എന്തായാലും നമ്മളിപ്പം ജസ്റ്റ് ഞാൻ പറയാൻ ഈ കർവുകളെല്ലാം ഒന്ന് പരിചയപ്പെടാൻ മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആദ്യം ഐസോബാറിക് പ്രോസസ്, പിന്നെ നമ്മൾ പറഞ്ഞ ഐസോകോറിക് പ്രോസസ്, അതുപോലെ തന്നെ പിന്നെന്താ ഐസോ തെർമൽ പ്രോസസ്. ഇപ്പം ഈ ഗ്രാഫ് കണ്ടാൽ ഓർത്തോളം ഇത് ഒന്നെങ്കിൽ ഐസോതെർമൽ നമ്മളിപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്ന ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോതെർം എന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ? ശരി, അപ്പം നമുക്ക് നമ്മുടെ പോർഷനിലോട്ട് വരാം. നോക്കാം, ഇതൊരു എൻട്രൻസിനെയൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നമുക്കിവിടെ ഒരു വോളിയം ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഇവർ ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കിപ്പം എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് പ്രഷർ വോളിയം ഗ്രാഫായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനെ നമ്മൾ പ്രഷർ വോളിയം ഗ്രാഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എങ്ങനെ മാറ്റണം? പ്രഷർ വോളിയം ഗ്രാഫായിട്ട് മാറ്റണം. ഐഡിയ കിട്ടിയോ? അപ്പോൾ എങ്ങനെ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ നിങ്ങൾ നോക്കിക്കോ. AB. ഓക്കെ, എന്താ ABയുടെ പ്രത്യേകത? എന്താ പറയാമോ ആർക്കെങ്കിലും? ABയുടെ പ്രത്യേകത എന്താ? എന്ത് ഗ്രാഫാണ്? AB മാത്രം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമല്ലേ? വോളിയം കണ്ടോ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ആര് കോൺസ്റ്റന്റാ? വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലേ? ശരി, അപ്പൊ ഇതൊരു എന്ത് പ്രോസസ്സാ? വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് അല്ലേ? വോളിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രോസസ്സാ? ഐസോകോറിക് പ്രോസസ്. ക്ലിയർ ആണ്? അപ്പൊ ഈ പ്രോസസ് എന്താന്ന് മനസ്സിലായല്ലോ? എങ്ങനെ കണ്ടുപിടിക്കുന്നത് പിടി കിട്ടിയോ? നോക്ക്, ഇത് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഈ ഗ്രാഫിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം? പ്രഷർ വോളിയം ഗ്രാഫായിട്ട് മാറ്റണം. ഇതാണ് എൻ്റെ ആൻസർ. പ്രഷർ വോളിയം ഗ്രാഫായിട്ട് മാറ്റണം. അപ്പൊ അങ്ങനെ മാറ്റാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് സ്റ്റഡി ചെയ്യണം. പാർട്ട് ബൈ പാർട്ട് എന്ന് പറയുന്നത് ആദ്യം ഞാൻ പ്രഷർ വോളിയം വരച്ചിട്ടു. എന്നിട്ട് ഇത് എന്ത് പ്രോസസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് എന്ത് പ്രോസസ്സാണ്? ഇതൊരു ഐസോകോറിക് പ്രോസസ്. ഓക്കെ, ഐസോകോറിക് പ്രോസസ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ഗ്യാസ് ലോ അങ്ങോട്ട് എഴുതണം. ഗ്യാസ് ലോ എന്താ? PV = എന്താ? nRT. ഇവിടെ ആര് കോൺസ്റ്റന്റാ? വോളിയം കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പം വോളിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, N എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു വന്നില്ലേ? ഇപ്പം നോക്കി, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു വന്നില്ലേ? അപ്പൊ നോക്കി, ഈ ഗ്രാഫിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് നോക്കാം. PV ആണ് ഞാൻ വരച്ചേക്കുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമല്ലോ. വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലൈൻ സ്റ്റഡി ആയിട്ട് വരയ്ക്കണ്ടേ? ഇങ്ങനെ വരച്ചാൽ വോളിയം കോൺസ്റ്റന്റ് ആണോ? അല്ല. ഇങ്ങനെ വരച്ചാലേ എന്ത് കോൺസ്റ്റന്റ് ആവുള്ളൂ? വോളിയം കോൺസ്റ്റന്റ് ആവുള്ളൂ. ഇപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇനി നോക്ക്, ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കേ, അങ്ങോട്ട് പോകുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കുക കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നത്? ആരോ കണ്ടേക്കുന്നത് കണ്ടോ? ഇങ്ങോട്ടല്ലേ ആരോ ഇട്ടേക്കുന്നത്? അപ്പം ഇങ്ങോട്ട് പോകാൻ നേരത്തെ എന്ത് കൂടുന്നുണ്ട്? ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഒരു ഫലം എന്താണ്? ഈ ഇക്വേഷൻ്റെ അകത്ത്
ടെമ്പറേച്ചർ കൂടിയാൽ ആര് കൂടും? പ്രഷർ കൂടും. അപ്പം നമ്മൾ ആരോ എങ്ങോട്ട് വരയ്ക്കണം? മുകളിലോട്ട് വരയ്ക്കണം. കാര്യം മുകളിലോട്ട് പോയാൽ മാത്രമേ എന്ത് കൂടത്തുള്ളൂ? പ്രഷർ കൂടത്തുള്ളൂ. ആരോ താഴത്തോട്ട് വരച്ചാൽ എന്ത് പറ്റും? അതിൻ്റെ അർത്ഥം പ്രഷർ കുറയുന്നു എന്നാ. കണ്ടോ? അപ്പം നമ്മൾ ഈ ലൈൻ ഇവിടെ കൺവേർട്ട് ചെയ്ത് കണ്ടോ? ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ? വന്നില്ലേ? നെക്സ്റ്റ് ഗ്രാഫിലോട്ട് നമുക്ക് പോവാം. നോക്കിയോ, അടുത്ത ഗ്രാഫ് ഏതാ? ബി സി. കണ്ടോ? ഇതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അടുത്ത ബി സി. ബി സി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ കണ്ടല്ലോ. ശരി, ബി സിയിലെ പ്രത്യേകത എന്താ? നോക്ക്, മാത്തമാറ്റിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഇതൊരു ലൈനാണ്. കണ്ടോ? ബി സി. ഇത്രയും വരെ മതി. ബി സി. അപ്പോൾ ഇത് വോളിയം, ഇത് ടെമ്പറേച്ചർ അല്ലേ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? y/x. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പം ഇതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ്. അപ്പൊ ആരൊക്കെയാ? y/x അല്ലേ വരുന്നത്? y/x എന്ന് പറഞ്ഞാൽ ആര് വരും? y ആരാ? വോളിയം. x ആരാ? ടെമ്പറേച്ചർ. അപ്പം വോളിയം ബൈ ടെമ്പറേച്ചർ എന്തായിട്ട് വന്നു? കോൺസ്റ്റന്റ് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വോളിയം ബൈ ടെമ്പറേച്ചർ. പക്ഷെ നമ്മുടെ ഗ്രാഫിൽ ടെമ്പറേച്ചർ ഇല്ല. കാര്യം നമ്മുടെ ആൻസറിൽ ടെമ്പറേച്ചർ ഇല്ല, വോളിയമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ടെമ്പറേച്ചറിനെ മാറ്റാൻ പോവാ. എങ്ങനെ മാറ്റും? പി വി സിക്കൽ ടു എന്താ? nRT. പി വി സിക്കൽ ടു nRT അല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ടെമ്പറേച്ചർ എന്തായിട്ട് എഴുതാം? പി വി ബൈ nr. ഇത് നേരെ ഈ ക്വസ്റ്റൻ അതോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. വോളിയം ക്യാൻസൽ ആയി പോകും. ഇത് നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ എന്തായിട്ട് കിട്ടും? ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു വരും. കാര്യം ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനെ മാത്രം ഇവിടെ ഇത് മൊത്തത്തിലൊരു കോൺസ്റ്റന്റാ. കോൺസ്റ്റന്റിനെ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റിന് കിട്ടും. ഇപ്പുറത്തോട്ട് പിന്നെ വരുന്നത് എന്താ? പ്രഷർ മാത്രമാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക്, ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ദേ, ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ വി ക്യാൻസൽ ആവും. ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റിനെ നിങ്ങൾ മൊത്തത്തിൽ താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ പീനെ മാത്രം മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ പ്രഷർ എന്തായിട്ട് കിട്ടും നിങ്ങൾക്ക്? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോ നോക്ക്, നമ്മളിപ്പോ ഓൾറെഡി ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ പോയിന്റ് നിർത്തിക്കൊണ്ട് ബാക്കി വരയ്ക്കുവാണേ. ആര് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചാലല്ലേ കിട്ടത്തുള്ളൂ. അപ്പം ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കാം, ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടും വരയ്ക്കാം. പക്ഷെ നിങ്ങൾ ഈ ഗ്രാഫ് കണ്ടോ? ഇങ്ങനെ വരച്ചാലേ പ്രഷർ കോൺസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഗ്രാഫ് വേണേൽ നമുക്ക് ലെഫ്റ്റിലോട്ടും വരയ്ക്കാം, ഇവിടുന്ന് ഗ്രാഫ് വേണേൽ റൈറ്റിലോട്ട് വരയ്ക്കാം. ലെഫ്റ്റിലോട്ട് വരച്ചാലും റൈറ്റിലോട്ട് വരച്ചാലും എന്ത് കോൺസ്റ്റന്റാ? പ്രഷർ കോൺസ്റ്റന്റാ. അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ ഞാൻ എങ്ങോട്ടാ വരയ്ക്കാൻ പോകുന്ന നോക്കിയോ. ഇത് കണ്ടോ? ഗ്രാഫ് ബിന്ന് സിയിലോട്ടാ പോകുന്നത്. ബിന്ന് സിയിലോട്ട് പോകാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറയുമല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ നേരത്തെ ടെമ്പറേച്ചർ കുറയുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ടെമ്പറേച്ചർ മാത്രമല്ല വോളിയവും കുറയുകയാണ്. ഇങ്ങോട്ട് താഴത്തോട്ടാ ഗ്രാഫ് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കാൻ നേരത്ത് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ വോളിയമാണുള്ളത്. താഴത്തോട്ട് വരുന്നതോറും വോളിയം കുറയുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് വരുന്നതോറും വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വോളിയം കൂടുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ എങ്ങോട്ട് വരയ്ക്കില്ല, ഇങ്ങോട്ട് വരയ്ക്കും. ഇങ്ങോട്ട് വരച്ചാലുള്ള ഗുണം എന്താ? ഇങ്ങോട്ട് വരച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വോളിയം എന്ത് ചെയ്തോണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. ക്ലിയർ ആണോ ഐഡിയ? അപ്പൊ രണ്ടാമത്തെ ലൈൻ കിട്ടിയില്ലേ? എ ടു ബി കിട്ടി, ബി ടു സി കിട്ടി. എ ടു ബി ആണ് ഈ വരച്ചിട്ടേക്കുന്നത്, ബി ടു സി ആണ് ഇവിടെ വരച്ചിട്ടേക്കുന്നത്. കണ്ടോ? ലാസ്റ്റ് പോർഷൻ ഏതാ? സി ടു എ. എന്താ സി ടു എയുടെ പ്രത്യേകത? എന്താ? സി ടു എയിൽ ആര് കോൺസ്റ്റന്റാ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ ഞാൻ വരച്ചില്ലായിരുന്നു. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എങ്ങനെയാന്ന് ഞാൻ വരച്ചില്ലായിരുന്നോ? ദേ, ഇതാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിലുള്ള പ്രത്യേകത. പ്രഷർ വോളിയം ഗ്രാഫിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് നമ്മൾ എപ്പോഴും ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കത്തുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് ഇതിന്റെ പേരാണ് ഐസോത്തം. അപ്പൊ നമുക്കിത് മൂന്നും കൂടെ ക്ലബ് ചെയ്യാം. 1, 2, 3. മൂന്നും കൂടെ ക്ലബ് ചെയ്യുകയാണെങ്കിൽ ഇത് ആദ്യം ഈ വര വരച്ചു, കണ്ടോ? അടുത്ത വര വരച്ചു, അടുത്ത വരയും വരച്ചു, കണ്ടോ? ഇപ്പൊ എല്ലാം കൂടെ യോജിച്ച കണ്ടോ? അപ്പം ഇത് വി ടി ഗ്രാഫ്. അതിന്റെ പി വി ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. അപ്പൊ ഇത് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇപ്പൊ തരാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ തരാം. എന്നിട്ട് അതിന്റെ ആൻസർ ഞാൻ എഴുതിയിടാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ തരാമെന്ന് പറഞ്ഞായിരുന്നു. നേരത്തെ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇവിടുത്തെ ടേംസ് മാത്രം ഒന്ന് മാറ്റുകയാണ്. അതായത് ടെമ്പറേച്ചർ, പ്രഷർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതൊക്കെ നമുക്ക് ചോദിക്കാറുള്ളതാണ് എക്സാംസിനൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള നിങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലാണെങ്കിലും വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താണെങ്കിലും ചോദിക്കാം. ഞാനിതിൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്സ് ഞാൻ തരാം. പക്ഷെ ഇപ്പോൾ തരുന്നില്ല, കാര്യം നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ഭൂരിഭാഗം തെർമോഡൈനാമിക്സിൽ എപ്പോഴും ഗ്രാഫ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നോക്കിയത് PV ഗ്രാഫാണ്, പ്രഷറും വോളിയം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് വന്നിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, തിരിച്ച് എയിലോട്ടെത്തി. ഇങ്ങനെ കറങ്ങി വരുന്ന പ്രോസസ്സുകളെ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? സൈക്ലിക് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ചെന്ന് തിരിച്ച് ഇങ്ങനെ വന്ന് ഒറിജിനൽ പൊസിഷനിൽ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഈ പ്രോസസ്സിൽ എയിൽ വെച്ചുള്ള ഇന്റേണൽ എനർജി 0. ഓക്കെ, ഇനി ബിയിൽ വെച്ചുള്ള ഇന്റേണൽ എനർജി എത്രയാണ്? 20 ജൂൾ. അപ്പോൾ ഇവിടെ വെച്ചുള്ള ഇന്റേണൽ എനർജി 0 ആണ്, ബിയിലും എത്തിയപ്പോൾ ഇന്റേണൽ എനർജി 20 ജൂളായി. ഇനി എനർജി ഗിവൺ ഫ്രം ബി ടു സി ഇസ് 30 ജൂൾ. ഓക്കെ, അതായത് ബി ടു സിയിൽ നമ്മൾ കുറച്ച് എനർജി കൊടുത്ത് ഈ പ്രോസസ്സിന് എത്രയാ? 30 ജൂൾ. ഓക്കെ, ഇനി അവർ ചോദിച്ചേക്കുന്നത് അറ്റ് ദ സ്റ്റേജ് ഓഫ് സിയിൽ വെച്ച് ഇതിൻ്റെ ഇന്റേണൽ എനർജി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ആദ്യം പറയാം, ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി വായിക്കാനോ ഒത്തിരി കോൺസെപ്റ്റുകളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ +2 പഠിച്ച അല്ലെങ്കിൽ +1 പഠിച്ച കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താണെന്ന് എടുത്ത് പറയാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കേണ്ട തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചേഞ്ചാ, ഇന്റേണൽ എനർജി ചേഞ്ച്. ഇത് ക്യൂ എന്ന ഹീറ്റ് ആണ് കേട്ടോ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്. ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു, ഇത് നമ്മൾ കൊടുത്ത ഹീറ്റ് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു? ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു, കുറച്ച് എന്ത് ചെയ്യാൻ ഉപയോഗിച്ചു? വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ ഒരു 70% ക്വസ്റ്റ്യൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഓക്കെ, സിമ്പിൾ, ഒന്നുമില്ല. ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു എന്താ? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഹീറ്റ്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് കാരണം സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കൂടി, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ സിസ്റ്റം ചെയ്ത വർക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ട് ചെയ്ത വർക്ക് എന്തെങ്കിലും ആകാം. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഞാൻ ഈ ഇക്വേഷൻ കുറച്ചുകൂടെ താഴത്തോട്ട് എഴുതാം. നോക്ക്, ഇവിടെ എഴുതിയിടാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. കാണാമല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നിടത്ത് നമ്മൾ കൊടുത്ത ഹീറ്റ്, ആ ഹീറ്റ് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു? ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വർക്കിന് വേണ്ടി ഉപയോഗിച്ചു. ഡെൽറ്റ ക്യൂ ഇസിക്കൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ശരി, അപ്പൊ ബാക്കി കാര്യം നോക്കിക്കും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊന്നും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് എന്താണ് വേണ്ടത്? ഇവർക്ക് വേണ്ടത് അറ്റ് ദ സ്റ്റേജ് ഓഫ് സി എന്ന് പറയുന്ന സ്റ്റേജില് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, അതാണ് ഇവർക്ക് വേണ്ടത്. ഓക്കെ, സി എന്ന് പറയുന്ന സ്റ്റേജിലുള്ള എന്താ വേണ്ടത്? ഇന്റേണൽ എനർജി വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോസസ്സ് അങ്ങോട്ട് എടുത്തേക്കാം. ഈ പ്രോസസ്സ് മാത്രം എടുക്കുക, നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാം. ഈ പ്രോസസ്സ് മാത്രമായിട്ട് എടുക്കാം. അപ്പൊ ഏത് പ്രോസസ്സായത്? BC. ഓക്കെ, BC എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ത് വരും? ഡെൽറ്റ ക്യൂ BC കണ്ടോ? ഹീറ്റ് സപ്ലൈഡ് is used to increase the internal energy in BC plus it is used to work done in process BC. നമുക്ക് എല്ലാ പ്രോസസ്സിലും വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ AB-ലും വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ക്യൂ AB is equal to എന്ത് വരും? ഡെൽറ്റ യു AB പ്ലസ് വർക്ക് ഡൺ ബൈ AB, അങ്ങനെ വരും. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഈ BC-യിൽ എത്ര ഹീറ്റാണ് സപ്ലൈ ചെയ്ത സിസ്റ്റത്തിലോട്ട്? നമ്മൾ സിസ്റ്റത്തിലോട്ട് സപ്ലൈ ചെയ്ത ഹീറ്റ് 30 ജൂള്. ഓക്കെ, അതിവിടെ എഴുതി വെച്ചു. 30 ജൂൾ ഹീറ്റ് എന്നുള്ള എഴുതി വെച്ചു. ഇന്റേണൽ എനർജി BC. നോക്കി, ഇതെല്ലാം ചേഞ്ച് ആണ് കേട്ടോ, ചേഞ്ച്. അപ്പൊ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണെന്ന് അറിയോ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ പ്രോസസ്സിലെ ഫൈനൽ ഇന്റേണൽ എനർജി ഏതാ? UC കണ്ടോ? ഇനി ഇനിഷ്യൽ എന്ന് പറഞ്ഞാലോ? UB ഉണ്ടോ? അപ്പൊ ഫൈനൽ മൈനസ് ഇനിഷ്യൽ പ്ലസ് എന്താ? വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ WBC. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ഞാൻ സപ്ലൈ ചെയ്ത ഹീറ്റ് എത്രയാ? 30 is equal to സിയിൽ വെച്ചുള്ള ഇന്റേണൽ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ലെവലിൽ പറഞ്ഞേക്കുന്നത് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, സിയിലുള്ള ഇന്റേണൽ എനർജി. അപ്പൊ അതെനിക്ക് അറിയില്ല. പക്ഷെ ബിയിലുള്ള ഇന്റേണൽ എനർജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കണ്ടോ? ഇന്റേണൽ എനർജി അറ്റ് എ, ഇന്റേണൽ എനർജി അറ്റ് ബി തന്നിട്ടുണ്ട്. അപ്പം ബിയിലെ ഇന്റേണൽ എനർജി എത്രയാണ് അവർ തന്നേക്കുന്നത്? 20 ജൂള് കണ്ടോ? അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക കണ്ടോ? നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ഡ്യൂറിങ് BC-യിൽ ചെയ്ത വർക്ക് എത്രയാ? BC-യിൽ ചെയ്ത വർക്ക് പറയാൻ വർക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ BC-യിൽ ചെയ്ത വർക്ക് എന്തായിരിക്കും? ഏത് പ്രോസസ്സാ BC? നോക്കിയേ, വോളിയം ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്സ് അല്ലേ? വോളിയം ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്സിനെ നമ്മൾ എന്ത് പ്രോസസ്സാണ് വിളിക്കുന്നത്? എന്ത് പ്രോസസ്സാ? ഐസോകോറിക് പ്രോസസ്സ്. നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളം, ഐസോകോറിക് പ്രോസസ്സുകളിൽ
വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും 0. വോളിയം ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വോളിയം ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളെ കെട്ടിയിട്ടേക്ക് വന്നിരിക്കും ഇങ്ങനെ, നിങ്ങൾക്ക് വല്ല വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് വോളിയം കോൺസ്റ്റന്റ് ആണ്, വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അവിടെ വർക്കും ഇല്ല. അപ്പോൾ ഈ ആൻസർ എത്രയാണ് ഇവിടെ? ഇവിടുത്തെ വാല്യൂ 0. ബാക്കി സിംപ്ലിഫൈ, അത്രേ ഉള്ളൂ. ബാക്കി എന്താ ചെയ്യണേ? ഇതിനിപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പം സിയിലുള്ള ഇൻറ്റർണൽ ഇങ്ങോട്ട് വരുമ്പോൾ 30 + 20 വരും. അപ്പോൾ ആൻസർ എത്ര വരും? 50 ജൂൾസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നേക്കുന്ന ഓപ്ഷനിൽ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ എ. ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ കുറച്ച് അധികം ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കടക്ക് ഐഡിയ കിട്ടും കേട്ടോ. ഫുൾ കാണുമ്പോൾ നിങ്ങൾ ഇതിന് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കിട്ടും. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An ideal gas is taken through the cycle ABCA. അതായത് ഒരു ഐഡിയൽ ഗ്യാസ് ഒരു സൈക്കിളിലൂടെ കടന്നു പോവാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്കറിയാലോ സൈക്കിൾ എന്താണെന്നറിയാം. അപ്പം ABCA ഞാൻ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എ, ഇതാണ് ബി. കുറെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത അവസാനം ഇനിഷ്യൽ പോയിന്റിൽ എത്തുന്നതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ന് ബിയിലോട്ടെത്തി, ബിന്ന് സിയിലോട്ടെത്തി, സിന്ന് എയിലോട്ടെത്തി. ഓക്കെ. ഇനി നെറ്റ് ഹീറ്റ് സപ്ലൈ ടു ദ ഗ്യാസ് ഇൻ ദ സൈക്കിൾ ഈസ് 5 ജൂൾ. അത് മൊത്തം നമ്മൾ ഇതിൽ കൊടുത്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? 5 ജൂള്. ഓക്കെ, ശരി. ഇനി അവർ ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ദ പ്രോസസ് ഫ്രം സി ടു എ. ഈ സി ടു എ മാത്രം, ഈ പ്രോസസ്സിൽ മാത്രം ചെയ്ത വർക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടോ നോക്കാം. ഗ്യാസ് കുറെ പ്രോസസ്സുകളിലൂടെ കടന്നുപോയി. അപ്പോൾ അത് നമ്മൾ വിളിക്കുന്ന പേരുടെ സൈക്കിള്. ഓരോ പ്രോസസ്സിലും വർക്ക് നടന്നിട്ടുണ്ടാവാം. അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് സി എന്ന് പറയുന്ന പ്രോസസ്സിൽ മാത്രം ചെയ്ത വർക്ക് എത്രയാണ്? ഓക്കെ, നമ്മൾ ഇതിലോട്ട് മൊത്തത്തിൽ കൊടുത്ത ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തത്തിൽ കൊടുത്ത ഹീറ്റ് ആണ് കേട്ടോ, ഓരോ പ്രോസസ്സിനല്ല. മൊത്തത്തിൽ ഇതിലോട്ട് കൊടുത്തേക്കുന്ന ഹീറ്റ് എത്രയാണ്? 5 ജൂൾസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന പ്രോസസ്സിലുള്ള വർക്ക് ഡൺ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും കൺസേൺ ആയിട്ടുള്ളത് എപ്പോഴും എന്ത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കൂടുതലും ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നോക്കിക്കോ, ഏതാ ഇക്വേഷൻ ഏതാ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഈ ഇക്വേഷൻ. ശരി, അപ്പൊ ഈ ഇക്വേഷനകത്ത് നോക്കാം. ഇത് ഇന്റേണൽ എനർജി അറിയാലോ, അറിയാൻ മേലാത്തവർ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഇത് നമ്മൾ കൊടുത്ത ഹീറ്റ്, ഇത് ചെയ്ത വർക്ക് അല്ലേ. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഗോൾഡൻ പോയിന്റ് പറഞ്ഞുതരാൻ പോണേ, മറക്കരുത്. അതറിയാമെങ്കിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് പ്രോസസ്സുകളിൽ, ഒരു ക്ലോസ്ഡ് പ്രോസസ്സിൽ, ക്ലോസ്ഡ് പ്രോസസ് ആണെങ്കിൽ എപ്പോഴും ഇന്റേണൽ എനർജി 0 ആയിരിക്കും. ചിലർക്കൊരു റോങ് കോൺസെപ്റ്റ് ഉണ്ട്. ടോട്ടൽ ഇങ്ങനെയുള്ള ക്ലോസ് പ്രോസസ്സിൽ ഉള്ള ടോട്ടൽ വർക്ക് ഡൺ 0 എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് റോങ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. ക്ലോസ്ഡ് പ്രോസസ്സുകളിൽ എപ്പോഴും ഇന്റേണൽ എനർജി ചേഞ്ച് ആയിരിക്കും എപ്പോഴും എന്ത്? 0. അപ്പം ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണല്ലോ. പിന്നെ നമ്മളപ്പോൾ 2 ടേംസ് മാത്രം എടുത്താൽ മതിയല്ലേ. എന്താ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഇത് 0 ആണ്, ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. ഇനി വർക്ക് ഡൺ നോക്കാം. ഓരോ പ്രോസസ്സിലും വർക്ക് ഡൺ നടക്കുന്നുണ്ട്. ഏതൊക്കെയാ? എ ടു ബി, ബി ടു സി, സി ടു എ. കണ്ടോ? അതാണ് ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത് ഇവിടെ. ഇനി നിങ്ങൾ നോക്കിക്കേ, എ ടു ബി, എ ടു ബി ഇതാണ് പ്രോസസ്സ്. എ ടു ബി ഞാൻ ഇവിടെ മാത്രം, അത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. നിങ്ങളൊന്ന് നോക്കാം. വോളിയം, പ്രഷർ അല്ലേ, എ ടു ബി അല്ലേ. അപ്പം എ ടു ബിയിലെ വർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നോക്കുക, എ ടു ബിയിലെ വർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അണ്ടർ ആയിട്ടുള്ള ഏരിയ അങ്ങോട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ഏരിയ ഇതല്ലേ, ഇതല്ലേ ഇതിൻ്റെ കീഴിലുള്ള ഏരിയ. ഏരിയ അല്ലേ ഇത് മൊത്തം, ഇതിൻ്റെ കീഴിലുള്ള ഏരിയ അല്ലേ. അപ്പോൾ ഏരിയ എടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഇവിടെ ആര് കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയത്തിന് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ V1 V2 എന്ന് എടുക്കുവാണെങ്കിൽ ഇത് ലെങ്ത്, ഇതെന്താ? ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത്തിന് ചേഞ്ച് ഒന്നും ഇല്ല, പ്രഷർ സെയിം തന്നെയാണ്. ഇവിടെ ഈ പ്രോസസ്സിൽ പ്രഷർ സെയിം തന്നെയാണ്. വോളിയത്തിന് മാത്രം ഒരു ചേഞ്ച് ഉണ്ട്. എന്താ? V2 മൈനസ് V1. ഉണ്ടോ? അപ്പോൾ നമുക്കത് അങ്ങോട്ട് എടുത്താൽ പറയാം. പ്രഷർ ഇവിടെ ഒരു വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ വോളിയത്തിന് മാത്രം എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് നമ്മുടെ വാല്യൂസ് നമുക്കത് പറയാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് നോക്കാം. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പ്രോസസ്സിൽ തന്നേക്കുന്ന വാല്യൂ ഇവിടെ 2 ആണ്, അതുപോലെ തന്നെ ഇവിടെ 10 ആണ്. ശരി, അപ്പം ഇതിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടിയല്ലോ. എത്രയാ? 10 അല്ലേ.
ഇനി ബ്രെഡ്ത്ത് ഈ 2 പോയിന്റ്സ് വേണം. അപ്പോൾ താഴത്തെ പോയിന്റ്സ് നമുക്ക് വേണം, ഇവിടുത്തെ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ എ ബിയുടെ കീഴിലുള്ള ഏരിയ അപ്പോൾ എന്ത് വരും? 10 ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് എത്ര? 2 - 1 എത്ര? 1. അപ്പം 10 × 1, 10 × 2 - 1. അപ്പോൾ എത്ര കിട്ടി? 10 ജൂൾ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ മാത്രം ചെയ്ത വർക്ക് കണ്ടുപിടിക്കാനായിട്ട്, അത് നിങ്ങൾ ഓർത്തിരുന്നോളാം കേട്ടോ. ഒരു ലൈൻ തന്നിട്ട് അതിൻ്റെ കീഴിലുള്ള വർക്ക് ചോദിച്ചാൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏരിയയാണ് അതിൻ്റെ വർക്ക് ഡൺ. അപ്പോൾ ആദ്യത്തെ വർക്ക് ഡൺ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ വർക്ക് ഡൺ ഏതാ? ബി സി. ആലോചിക്കുക, ബി സി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം എൻ്റെ ആൻസർ എന്തായിരിക്കും. എന്താ ബി സിയുടെ പ്രത്യേകത? ബി സി ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയ വോളിയം ഇവിടെ അല്ലേ നിൽക്കുന്നേ, കണ്ടോ? പ്രഷർ ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷെ വോളിയം ചേഞ്ച് ആവുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ സാധാരണ പ്രഷർ ഇവിടെ വോളിയം ഇവിടെയാണ് എഴുതാറ് കേട്ടോ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവർ വോളിയം ഇവിടെ പ്രഷർ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്ര നോക്കിയാൽ കണ്ടോ, പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ടോ ഇരിക്കുവാണ്, പക്ഷെ വോളിയത്തിന് എന്തില്ല? ചേഞ്ച് ഇല്ല, ബി സി. അപ്പം വോളിയത്തിന് ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സുകളിൽ വർക്ക് ഡൺ എത്രയാ? 0. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ 0 അല്ലേ? അതുകൊണ്ടാണ് ബി സിയിലെ വർക്ക് ഡൺ നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? 0. ഇതിലെ വർക്ക് ഡൺ നമുക്ക് കിട്ടി എത്രയാ? 10 അല്ലേ? പിന്നെ അടുത്ത ഏതാ ഉള്ളത്? സിഎയിലെ വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ കീഴിലുള്ള ഏരിയ, കണ്ടുപിടിക്കണം. ഈ കോർഡിനേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് സോൾവ് ചെയ്തെടുക്കായിരുന്നു. ഇവിടുത്തെ ഉണ്ടെങ്കിൽ ഇതൊരു ട്രപ്പീസിയം അല്ലേ, ട്രപ്പീസിയം ആകുമ്പോൾ അതിന്റെ ഏരിയ അങ്ങ് എടുത്താൽ മതി. പക്ഷെ ഇപ്പോൾ അവിടെ നമുക്ക് ഇവിടെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല, അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വരുന്നത്. അപ്പോൾ സിയുടെ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം ഇക്വേഷൻ ഉപയോഗിച്ച്. നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാ? 5. വർക്ക് ഡൺ ഡ്യൂറിങ് എ ബി എത്രയാ? എ ബിയിൽ ചെയ്ത വർക്ക് എത്രയാ? 10. ഉണ്ടോ? ബി സിയിൽ ചെയ്ത വർക്ക് എത്രയാ? ബി സിയിൽ 0 വർക്കാണ്, കാര്യം വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഉണ്ടോ? വോളിയം ചേഞ്ച് ആവുന്നില്ലല്ലോ, അപ്പോൾ 0. അപ്പോൾ ഈ 10നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുക. 5 - 10. അപ്പോൾ ആൻസർ എത്ര വരും? -5 ജൂൾസ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? എ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് സമയം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം. പക്ഷെ മനസ്സിലായാൽ നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും. അപ്പം മനസ്സിലാത്തവർ 2-3 പ്രാവശ്യമെങ്കിലും വീഡിയോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഗ്യാസ് ഇസ് ടേക്കൺ ഫ്രം എ ടു സി ത്രൂ ബി. അതായത് ഒരു പ്രോസസ്സ് എയിൽ നിന്ന് സിയിലോട്ട് പോകുന്നു, അപ്പോൾ അത് ബി വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബി വഴി സിയിലോട്ടൊരു പ്രോസസ്സ് പോവുകയാണ്. അപ്പോൾ ഇതാണ് പ്രോസസ്സ്, എയിൽ നിന്ന് ബി വഴി സിയിലോട്ട് പോകുന്നു. കണ്ടോ, അതിന്റെ പാത്ത് ഞാനിവിടെ വരച്ച് കാണിച്ചേ. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മുടെ സിസ്റ്റം വലിച്ച ഹീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? 8 ജൂൾ ഹീറ്റാണ് സിസ്റ്റം വലിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അവർ പറഞ്ഞേക്കുന്നത് ഇതാണ്, ഹീറ്റ് അബ്സോർബ് ബൈ ദ ഗ്യാസ് ഇൻ ടേക്കിംഗ് ഇറ്റ് ഫ്രം ഡയറക്ട്ലി ഫ്രം എ ടു സി. അതായത് എയിൽ നിന്ന് ബി വഴി സിയിലോട്ട് അല്ലാതെ നേരിട്ട് എയിൽ നിന്ന് സിയിലോട്ട് പോവുകയാണെങ്കിൽ സിസ്റ്റം എത്ര ഹീറ്റ് വലിക്കും? എയിൽ നിന്ന് ബി വഴി സിയിലോട്ട് പോവുകയാണെങ്കിൽ 8 ജൂൾ ഹീറ്റ് വലിക്കും. അപ്പം എയിൽ നിന്ന് സിയിലോട്ട് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ എത്ര ഹീറ്റ് വലിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കാം ഇതെങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു കാര്യം ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു, അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സൈക്കിൾ, ഇതൊരു സൈക്കിൾ അല്ല ശരിക്കും. കണ്ടോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചു വരുന്നുണ്ട്, അതില്ല. ഇത് രണ്ട് വ്യത്യസ്തമായ പ്രോസസ്സാണ്. ഞാൻ ഇതിനെ എ ടു ബി, ബി ടു സിനെ ഒരു പ്രോസസ്സായിട്ട് മാർക്ക് ചെയ്തു 1, എ ടു സിനെ ഞാൻ വേറൊരു പ്രോസസ്സായിട്ട് മാർക്ക് ചെയ്തു 2. രണ്ട് പ്രോസസ്സായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. എ ടു ബി, ബി ടു സി എന്ന പ്രോസസ്സിലെ ഇന്റേണൽ എനർജി ഒന്ന് കണ്ടുപിടിച്ചെടുക്കാം. ഞാൻ ഇന്റേണൽ എനർജി കണ്ടുപിടിച്ചെടുക്കാൻ പോണേ ഈ പ്രോസസ്സിന്റെ ഇന്റേണൽ എനർജി. അപ്പൊ എങ്ങനെ ഇക്വേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്താ? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. എത്ര ഹീറ്റാ വലിച്ചേക്കുന്നത്? എ ടു ബി, ബി ടു സിയിൽ 8 ജൂൾ. ഇന്റേണൽ എനർജി ഡെൽറ്റ യു. വർക്ക് ഡൺ എ ടു ബി, ബി ടു സി. എ ടു ബിയിലെ വർക്ക് കണ്ടുപിടിക്കാൻ ഇതിന് താഴത്തോട്ടുള്ള ഏരിയ. ഇപ്പൊ ഏരിയ എടുക്കാനായിട്ട് ലെങ്ത് എടുക്കണം. ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? 400 മൈനസ് 200. എത്രയാ? 200. ഇനി അത് സെന്റിമീറ്റർ ക്യൂബിലാണ് കേട്ടോ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻². സെന്റിമീറ്റർ ക്യൂബ് ആയതുകൊണ്ട് 10⁻², ദ ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻6 കേട്ടോ. 10⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി ലെങ്ത് കിട്ടി. ഇനി ബ്രെഡ്ത്ത് വേണമല്ലോ. ബ്രെഡ്ത്ത് എത്രയാ? 10 ഇവിടെ എഴുതി. കിലോ പാസ്കലാണ്. കിലോ എന്ന് പറഞ്ഞാൽ 10⁻3. അപ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ടു ബി, ബി ടു സിയിലെ ഇന്റേണൽ എനർജി കിട്ടി. എത്ര ജൂൾ എന്ന് പറഞ്ഞാൽ കിട്ടി? 6 ജൂൾ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എ ടു സിയിലുള്ള ഹീറ്റാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ഗോൾഡൻ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ച് മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ നോക്കൂ, 2 വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകൾ, അവരുടെ 2 പേരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണെങ്കിൽ
രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകൾ അവരുടെ രണ്ടുപേരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് സെയിം ആണെങ്കിൽ അവരുടെ ഇന്റേണൽ എനർജി എന്തായിരിക്കും? ഇന്റേണൽ എനർജി സെയിം ആയിരിക്കും. മറക്കരുത്, രണ്ട് പ്രോസസ്സുകൾ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകൾ അവരുടെ രണ്ടുപേരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് സെയിം ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇന്റേണൽ എനർജി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ A to B, B to Cയുടെ ഇന്റേണൽ എനർജി തന്നെ ആയിരിക്കും എന്ത്? A to Cയുടെ ഇന്റേണൽ എനർജി. ഓക്കെ, അപ്പോൾ നമുക്കിനി A to Cയുടെ ഹീറ്റ് കണ്ടുപിടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കാം? ഡെൽറ്റ Q is equal to ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ഡെൽറ്റ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ U ഇന്റേണൽ എനർജി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ പ്രോസസ്സിൽ ഇന്റേണൽ എനർജി തന്നെയായിരിക്കും എന്ത്? ഈ പ്രോസസ്സിൽ. അപ്പോൾ ആ പ്രോസസ്സിൽ ഇന്റേണൽ എനർജി എത്രയാണ്? 6 പ്ലസ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ലൈനിന്റെ താഴത്തോട്ടുള്ള മൊത്തമുള്ള എന്തെടുത്താൽ മതി? ഏരിയ എടുത്താൽ. കണ്ടോ, ഈ ലൈനിന്റെ താഴത്തോട്ടുള്ള മൊത്തമുള്ള ഏരിയ അങ്ങോട്ട് എടുത്താൽ പോരെ. അപ്പോൾ ഏരിയ എങ്ങനെ എടുക്കും? ഇതൊരു ട്രപ്പീസിയം അല്ലേ? ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. അപ്പോൾ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊക്കം എത്രയാ? 10. ഇതിന്റെ പൊക്കം എത്രയാ? 20. അപ്പോൾ 10 20 കൂടെ കൂട്ടുമ്പോൾ എത്ര ഇടും? 30. കിലോയിലാണ് കേട്ടോ. കിലോ ആകുമ്പോൾ 10⁻³ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയി. ഡിസ്റ്റൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എത്രയാ? 400 മൈനസ് 200. അപ്പോൾ എത്ര കിട്ടും? 200 ഉണ്ടോ? അതിന്റെ സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻⁶. അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എത്രയാ? 9 ജൂൾസ്. കണ്ടോ? അപ്പോൾ ഈ പ്രോസസ്സിൽ ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോൾ എത്ര ഹീറ്റ് വലിക്കുന്നുണ്ട്? 9 ജൂൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കെ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുപോലെ ടൈപ്പാണ്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AB-യിൽ വലിക്കുന്ന ഹീറ്റ് 400, BC-യിൽ പിന്നെ 100 ഹീറ്റ്. അപ്പോൾ മൊത്തം A-യിൽ നിന്ന് B വഴി C-ലോട്ട് എത്തുമ്പോൾ എത്ര ജൂൾ ഹീറ്റ്? മൊത്തം 400 പ്ലസ് 100. അപ്പോൾ എത്രയാ? 500. ഓക്കെ, അപ്പോൾ ചോദിച്ചേക്കുന്നതാണ് ഹീറ്റ് അബ്സോർബ് ബൈ സിസ്റ്റം ഇൻ ദ പ്രോസസ് AC വിൽ ബി. AC-യിൽ എത്രയായിരിക്കും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്? സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്നുണ്ടോ നോക്കാം ആൻസർ. 460 ജൂളാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. എൻ്റെ പേരാണ് ഹീറ്റ് എൻജിൻസ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എഞ്ചിനിൽ നിങ്ങൾ അതിന്റെ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാസ്സുകളിൽ. ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നൊരു ഡിവൈസാണ്? വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ്. അതായത് നമ്മൾ ഹീറ്റ് കൊടുത്താൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ വാഹനങ്ങളൊക്കെ, വെഹിക്കിൾസ് ഒക്കെ എന്താണ്? ഹീറ്റ് എഞ്ചിൻസ് ആണ്. അത് നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ് അതിൻ്റെ അത് ഉപയോഗിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രം ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് വലിക്കും. എവിടെ നിന്ന് ഹീറ്റ് വലിക്കും? സോഴ്സിൽ നിന്ന് ഹീറ്റ് വലിക്കും. അപ്പോൾ സോഴ്സിൽ നിന്ന് വലിച്ച ഹീറ്റാണ് Q1. സോഴ്സ് ഒരു ടെമ്പറേച്ചറിൽ ഇരിക്കുക, T1 കെൽവിൻ. അപ്പോൾ അവിടെ നിന്ന് ഹീറ്റ് വലിച്ചു. എന്നിട്ട് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്ത് തുടങ്ങി? വർക്ക് ചെയ്ത് തുടങ്ങി. വലിച്ച ഹീറ്റ് മൊത്തം വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല. കുറച്ച് ഹീറ്റ് എങ്ങോട്ട് റിജക്ട് ചെയ്യും? സിംഗിലോട്ട് റിജക്ട് ചെയ്യും. സിംഗിലോട്ട് റിജക്ട് ചെയ്യുന്ന ഹീറ്റാണ് എന്ത്? Q2. സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് എത്ര? T2 കെൽവിൻ. ശരി, അപ്പോൾ വലിച്ച ഹീറ്റ് എത്രയാ? Q1. റിജക്ട് ചെയ്ത ഹീറ്റ് എത്രയാ? Q2. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആയിരിക്കുമല്ലോ വർക്ക്. Q1 മൈനസ് Q2 എന്ന് പറയുന്നതാണ് എന്ത്? വർക്ക്. അപ്പോൾ നമ്മുടെ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ത് വരും? എഫിഷ്യൻസി എന്ന് പറയുന്നിടത്ത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഇതിന്റെ എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഈ വണ്ടിയുടെ ഔട്ട്പുട്ട് എന്താ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വണ്ടിയുടെ ഔട്ട്പുട്ട് എന്താ? വർക്ക്. ഔട്ട്പുട്ട് വർക്ക്, ഇൻപുട്ട് നമ്മൾ കൊടുത്ത ഹീറ്റ് Q1. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, Q1 മൈനസ് Q2 ആണല്ലോ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് Q1. അപ്പം എഫിഷ്യൻസി ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ബൈ Q1 ഇൻറ്റു 100. ഇനി നമുക്ക് ഹീറ്റിനെ എന്തിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചറിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഹീറ്റ് ക്യാൻ ബി ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Q1ന്റെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? T1. Q2ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? T2. താഴെ എന്ത് വരും? T1 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിക്ക് രണ്ട് ഫോർമുല നിങ്ങൾ പഠിച്ചല്ലോ. Q1 മൈനസ് Q2 ബൈ Q1 ഇൻറ്റു 100. Q1 ഇവിടുന്ന് വലിക്കുന്ന ഹീറ്റ്, Q2 ഇങ്ങോട്ട് റിജക്ട് ചെയ്യുന്ന ഹീറ്റ്, T1 ഇവിടുത്തെ ടെമ്പറേച്ചർ, T2 ഇവിടുത്തെ ടെമ്പറേച്ചർ. എല്ലാം കെൽവിനിലാണ് കേട്ടോ. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് ഇത്. തമ്മിൽ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ്? Q2 ബൈ Q1 ഇസ് ഈക്വൽ ടു എന്താ? T2 ബൈ T1. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഇതിനകത്ത് കിട്ടും. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ
ഹീറ്റ് എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിന്റെ തിയറി ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് അങ്ങനെ വരാറില്ല. എന്തെങ്കിലും നമുക്ക് കുറച്ച് ഇതിൻ്റെ അകത്ത് ഫോർമുലകളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഒരു എഞ്ചിൻ ഉണ്ട്. അപ്പോൾ കാർനോട്ട് എഞ്ചിനാണ്. അതിലെ സിങ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതാണ് സിങ്ക് എത്ര ടെമ്പറേച്ചറിലാണ്? 300 കെൽവിൻ. 300 കെൽവിനിലാണ്. ആ എഞ്ചിന്റെ എഫിഷ്യൻസി എത്ര ശതമാനം? 40%. ഓക്കെ, ശരി. ഇനി അവർ ചോദിച്ച ചോദ്യം ഇതാണ്, ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സിന്റെ ടെമ്പറേച്ചർ ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ബി ഇൻക്രീസ്ഡ്? സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര കൂട്ടിയാൽ നമുക്ക് by how much should the temperature of the source be increased so as to increase efficiency by 50% of original efficiency? നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കണം. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് ക്ലിയർ ആകത്തുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പതുക്കെ വായിച്ചു തരാം. അതായത് ഒരു എഞ്ചിൻ, ഓക്കെ, ആ എഞ്ചിന്റെ എഫിഷ്യൻസി എത്ര ശതമാനം? 40%. ഓക്കെ, ഇനി അതിന്റെ സിങ്കിന്റെ ടെമ്പറേച്ചർ എത്ര? 300 കെൽവിൻ. ശരി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. 40% ഉള്ള ഒരു എഞ്ചിൻ, അതിന്റെ സോഴ്സ് ടെമ്പറേച്ചർ ഞാൻ കണ്ടുപിടിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ 40% എഫിഷ്യൻസി ഇട്ട് കൊടുത്തു. ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലോ, T1 - T2 / T1 × 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 40/100 = T1 - T2 / T1. സിംപ്ലിഫൈ ചെയ്താൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ എനിക്ക് എത്രയായിട്ട് കിട്ടി? 500 കെൽവിൻ ആയിട്ട് കിട്ടി. ഓക്കെ, ഇവിടം വരെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇവിടം വരെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ എത്രയാ? 500 കെൽവിൻ. നമ്മൾ സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര കൂട്ടിയാൽ, സോഴ്സിന്റെ ടെമ്പറേച്ചർ നമ്മൾ എത്ര കൂട്ടിയാൽ നമ്മുടെ എഫിഷ്യൻസി 50% ഓഫ് ഒറിജിനൽ എഫിഷ്യൻസിയുടെ ആകും എന്നുള്ളതാണ് ചോദ്യം. സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര കൂട്ടിയാൽ നമ്മുടെ എഫിഷ്യൻസി ഒറിജിനലിന്റെ 50% ആവും. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഒറിജിനൽ എഫിഷ്യൻസി എത്രയാ? ഇതെല്ലാവർക്കും ഭയങ്കര ഡൗട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് നോക്കിക്കോളാം. നമ്മുടെ ഒറിജിനൽ എഫിഷ്യൻസി എത്രയാ? 40%. അതിന്റെ 50% കൂടണം. 40%ത്തിന്റെ 50%. നോക്കിക്കേ, 40%ത്തിന്റെ 50%. 40%ത്തിന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര വരും? കൂടണമെന്നാ പറഞ്ഞ. അപ്പം ഒറിജിനലി 40 ആണ്. 40ന്റെ 50% കൂടണം. അപ്പൊ എത്ര വരും? 40 അതിന്റെ 50. 50% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പകുതിയല്ലേ. അപ്പം 40%ത്തിന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 20%. കൂടുവല്ലേ ചെയ്യേണ്ടത്. അപ്പം 40ന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? 20 കൂട്ടണം. അപ്പോഴേ ഈ പറഞ്ഞ കണ്ടീഷൻ വരത്തുള്ളൂ. നിങ്ങൾ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം. അതായത് നോക്കുക, ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ബി ഇൻക്രീസ്ഡ് സോ ആസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ബൈ 50% ഓഫ് ഒറിജിനൽ എഫിഷ്യൻസി. കണ്ടോ, നോക്കാം. ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ്, നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ 500 കെൽവിൻ ആണ്. അപ്പം ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ബി ഇൻക്രീസ്ഡ് സോ ആസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ബൈ എത്ര ശതമാനം? 50%. നമ്മുടെ ഒറിജിനൽ എഫിഷ്യൻസിയുടെ 50% കൂടണമെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ എഫിഷ്യൻസി 40% ആണ്, അതിന്റെ 50% കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ 40ന്റെ പകുതി എത്രയാ? 20. അത് കൂടണ്ടേ. അപ്പൊ 40ന്റെ കൂടെ 20 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60%. അപ്പം 60% ആകാൻ നേരത്ത് നമുക്ക് എത്രയാണ് സോഴ്സ് ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ വീണ്ടും ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. എന്താണ്? T1 - T2 / T1 × 100. കണ്ടോ, T1 - T2 / T1 × 100. സിങ്ക് ടെമ്പറേച്ചർ മാറുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സിങ്ക് ടെമ്പറേച്ചർ നമ്മൾ ആദ്യത്തെ കേസ് തന്നെ എടുക്കും. എത്രയാ? 300 കെൽവിൻ. അതിന് മാറ്റമില്ല. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ആണ് 750 കെൽവിൻ. കണ്ടോ, അപ്പം 40% എഫിഷ്യൻസിയിൽ നമ്മുടെ സോഴ്സ് ടെമ്പറേച്ചർ എത്രയായിരുന്നു? 500 കെൽവിൻ. 60%, അതായത് ഇതിന്റെ 50% കൂടുക, 40%ത്തിന്റെ 50% കൂടി, അപ്പോഴുള്ള സോഴ്സ് ടെമ്പറേച്ചർ എത്രയാ? 750 കെൽവിൻ. അപ്പൊ അവർ ചോദിച്ചേക്കുന്നത് എന്താ? ചോദ്യത്തില് അവർ ചോദിച്ചേക്കുന്നത് എന്താ? ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ബി ഇൻക്രീസ്ഡ്. എത്രയാ സോഴ്സ് ടെമ്പറേച്ചറിൽ ഉണ്ടായ വർധനവ്? എത്രയാ? ഇനിഷ്യലി 500 കെൽവിൻ, ഇപ്പൊ എത്രയാ? 750 കെൽവിൻ. അപ്പൊ ഇൻക്രീസ് എത്ര വരും? 750 - 500. അപ്പൊ എത്ര വരും? 250 കെൽവിൻ. അതാണ് അതിന്റെ ആൻസർ. ഇതൊരു നമുക്കൊരു IIT എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ കയ്യിലൊരു എഞ്ചിൻ ഉണ്ട്. ഓക്കെ, ആ എഞ്ചിന്റെ സിങ്കിന്റെ ടെമ്പറേച്ചർ എത്ര കെൽവിൻ? 300 കെൽവിൻ.
അതിന്റെ എഫിഷ്യൻസി 40%. അവർ ചോദിച്ചേക്കുന്നത് ഈ എഞ്ചിന്റെ എഫിഷ്യൻസി ഒറിജിനൽ ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ 50% കൂടണം. ഒറിജിനൽ ആയിട്ടുള്ള എഫിഷ്യൻസി എത്രയാ? 40%. അതിന്റെ 50% കൂടുമ്പോൾ എത്ര ശതമാനമാവും? 60%. അപ്പോൾ 60, അതായത് 40%ത്തിന്റെ പകുതി കൂടാനായിട്ട് ഇവിടെ അവർ പറയുന്നുണ്ട്, ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ബി ഇൻക്രീസ്ഡ് സോ ആസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ബൈ എത്ര ശതമാനം? 50%. അപ്പൊ നിങ്ങൾ ആദ്യം 40% ഇട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സോഴ്സ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. പിന്നെ അവർ പറഞ്ഞേക്കുന്നത് എന്താ? ഒറിജിനൽ ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ 50% കൂടണം. 40%ത്തിന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര വരും? 60% ആവും. 40ന്റെ കൂടെ ഇതിന്റെ 50% കൂട്ടണം, അത് 20ആയി. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 60%. എന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചെടുക്കണം? സോഴ്സ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചെടുക്കണം. കണ്ടോ, സോഴ്സ് ടെമ്പറേച്ചർ എത്ര കിട്ടി? നമുക്ക് 750 കെൽവിൻ കിട്ടി. അപ്പോൾ 40% ആകുമ്പോഴുള്ള 250 കെൽവിൻ, 60% ആകുമ്പോഴുള്ള എത്രയാ? 750 കെൽവിൻ. അപ്പൊ രണ്ടും കൂടെ നിങ്ങൾ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 250 കെൽവിൻ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ആൻസർ. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ അല്ല, ഒരു തിയറിയാണ്. അതായത് നമ്മളൊരു റെഫ്രിജറേറ്ററിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ്. എന്താ നോക്കുക നിങ്ങൾ. റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഹീറ്റ് എഞ്ചിൻ ഇല്ല, അതിന്റെ നേരെ റിവേഴ്സ് ആണ് വരുന്നത്. അതായത് സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, സിങ്ക്. അപ്പോൾ സിങ്ക് ആണ് നമ്മുടെ, നിങ്ങൾക്ക് അറിയാലോ ഒരു റെഫ്രിജറേറ്റർ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് പുറത്തോട്ട് റിജക്ട് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഒരു റെഫ്രിജറേറ്റർ ചെയ്യുന്നത്. അപ്പോൾ സിങ്ക് ആണ് നമ്മുടെ ഫ്രീസർ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ തിയറി നോക്കിയിട്ട് ഇത് ക്ലാസ് കാണാമല്ലോ കേട്ടോ, നിങ്ങൾ തിയറി കുറച്ച് നോക്കണം. അപ്പോൾ സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് T2 കെൽവിൻ. ഇവിടെ നിന്ന് നമ്മുടെ റെഫ്രിജറേറ്റർ എന്ത് ചെയ്യും? ഹീറ്റ് വലിക്കും. ഹീറ്റ് വലിക്കാനായിട്ട് എന്ത് ചെയ്യും? വർക്കിംഗ് സബ്സ്റ്റൻസ് ഇവിടെ നിന്ന് ഹീറ്റ് വലിക്കുകയാണ്. അതിന് വർക്ക് കൊടുക്കണം. വർക്ക് കൊടുത്താലേ അവർക്ക് ഹീറ്റ് വലിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഹീറ്റ് എങ്ങോട്ട് റിജക്ട് ചെയ്യും? സോഴ്സിലോട്ട് റിജക്ട് ചെയ്യും. സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇത് അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഫ്രീസർ കമ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എഫിഷ്യൻസി അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് COP എന്ന് പറയും, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. എപ്പോഴും എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്താ? ഹീറ്റ് വലിക്കണം. ഹീറ്റ് വലിച്ചാലേ ഇത് നടക്കത്തുള്ളൂ. അപ്പം ഹീറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ്. ഇൻപുട്ട് എന്ന് പറയുന്ന നേരത്തെ എന്താ? നമ്മൾ കൊടുക്കുന്ന വർക്ക്. അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിന്റെ ഡിഫറൻസ് ആണ്? ഇതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. Q1 മൈനസ് Q2. അപ്പം COP എന്ന് പറഞ്ഞാൽ Q2 ബൈ Q1 മൈനസ് Q2. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ടെമ്പറേച്ചർ ടേംസിൽ എഴുതാം. നേരത്തെ നമ്മൾ എഴുതിയായിരുന്നല്ലോ, T2 ബൈ T1 മൈനസ് T2. അപ്പം ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാം. ഈസിയാണ് കുറച്ചുകൂടെ. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടാണെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഞാൻ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നല്ല എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം വന്ന ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുവാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതിന്റെ ഒരു നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അവർ ചോദിച്ചത് ഏത് പ്രോസസ്സിലാണ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്തത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ എടുത്തിട്ടില്ല. അതൊക്കെ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ ഗ്രാഫുകളെല്ലാം പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, ഇങ്ങനെ കാണുന്ന ഗ്രാഫ് എന്തായിരിക്കും, ഇങ്ങനെ കാണുന്ന ഗ്രാഫ് എന്തായിരിക്കും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് എക്സാംസിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം. ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, താങ്ക് യു.